തുടർ വിവാദങ്ങളുടെ ആഴക്കയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് വയനാട്ടെ കോൺഗ്രസ്. KPCC അധ്യക്ഷനെയും വയനാട് DCCയെയും പ്രതിക്കൂട്ടിലാക്കി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും NM വിജയന്റെ കുടുംബവും തമ്മിലുള്ള പഴയ സംഭാഷണം പുറത്തുവന്നു. കുടുംബവുമായി കരാറുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. സെറ്റിൽമെന്റ് പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലെന്നും തിരുവഞ്ചൂർ സംഭാഷണത്തിൽ പറയുന്നു. സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ എടുക്കുന്ന നിലപാടുകളോട് ഒരു യോജിപ്പുമില്ലെന്നും സംഭാഷണത്തിലുണ്ട്. ഇവരെടുക്കുന്ന നിലപാടിനോട് ഒരു യോജിപ്പില്ലാത്ത ആളാണ്. ഇവരെല്ലാം കൂടെ കൂടി എന്നുള്ള നിലവിൽ സെറ്റിൽമെന്റ് കറക്റ്റായിട്ട് പാലിക്കാൻ വേണ്ടിയാണ്, അതായത് ചലിക്കാൻ വേണ്ടിയാണ്. ചലിക്കാൻ വേണ്ടി എന്നെ പോലെ ഒരാളെന്നെ അത് ഉപയോഗിക്കേണ്ടത്. എന്നോട് വളരെ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ചു. ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നു, ഞാൻ കണ്ടു. നിങ്ങൾ പറയുന്ന 100% കറക്റ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മെൻ്റൽ കൺവിക്ഷനാണ്. പിന്നെ പോയിട്ട് അത് തീർക്കാമെന്ന് എന്നോട് സിദ്ദിഖ് പറയുന്നു. എന്നോട് AP അനിൽകുമാറും ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാണ് 2-3 പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് എനിക്ക് പ്രാവശ്യം വന്നിട്ടില്ല. ഇല്ല, അനിൽകുമാർ വന്നിട്ടില്ല. അനിൽകുമാർ ഒറ്റ പ്രാവശ്യമാണ് മറ്റേ MLA വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. ഇവിടെ കൽപ്പറ്റ MLA കൽപ്പറ്റ MLA വീട്ടിൽ നിന്ന് പ്രാവശ്യം കണ്ടു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം DCCയുടെ പ്രശ്നം വന്നല്ലോ. അതിന് ഞാൻ പോയിട്ട് വന്ന് സംസാരിച്ച സമയത്ത് എന്നെ ചീത്ത പറയുന്ന പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത് സമൂഹത്തിന്റെ അടിത്തട്ടിന്ന് വന്നവനാണ് IC, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴും അങ്ങനെ സംസാരിച്ച എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ഞാൻ ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അച്ഛനും അനിയനും മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ വീഴ്ത്തിയിട്ട്, ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ്സുകാർ തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റി. ഇതെന്താ ഇവർ കാണിക്കുന്നത്? ഇതൊരു മര്യാദയില്ലേ? എന്നിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയ സാധനം അവർ നമ്മളറിയാതെ കക്കു തന്നെയത്. ഒന്ന് വിളിച്ച് KPCCയിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ, അവർ പഠിച്ചോട്ടെ. അത് കീറി മുറിച്ച് പഠിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട്, അവർ പഠിക്കട്ടെ. എന്നാലും ജസ്റ്റ് ഒരു സാമാന്യ മര്യാദ അല്ലേ? എടുക്കരുതെന്ന് സിദ്ദിഖ് പറഞ്ഞതുകൊണ്ട് സാറാ സണ്ണി ജോസഫ് സാർ ഒന്ന് വിളിച്ചു നോക്കി അവരോടുള്ള കാര്യം പറയാം. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുള്ളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും തന്റെ മുന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിസ്സഹായനായി നിന്നുവെന്നും ഉപസമിതിയിൽ പെട്ടുപോയതാണെന്ന് സങ്കടത്തോടെ പറഞ്ഞെന്നും NM വിജയന്റെ മരുമകൾ പത്മജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവഞ്ചൂരിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു, സാർ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി? എഗ്രിമെൻറ്റിലൊന്നും ഒരു നീക്കുവാക്കും ഇല്ലയെന്ന് മാത്രമല്ല, എഗ്രിമെൻ്റ് ഇപ്പം ഒരു മുഖ്യ സാധ്യതയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പം ആകെ കുറച്ചു നേരം വിഷമമായിട്ട് ഇങ്ങനെ ഇരുന്നു. പാർട്ടിയിൽ നിന്ന് നല്ല സമ്മർദ്ദം തിരുവഞ്ചൂർ സാറിന് ഉണ്ടായി. ആളൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഞാൻ പറഞ്ഞു, സാറിന് പറ്റുകയാണെങ്കിൽ ആ സണ്ണി ജോസഫ് സാറിനൊന്ന് വിളിക്കുക സംസാരിക്കുന്നു പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് തിരുവഞ്ചൂർ സാറിന് വാക്കൊന്നേ ഉള്ളൂ. എന്നാൽ മൂപ്പർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ഇത് പോയി. അത് വേറൊരു ആൾക്കാരുടെ മനഃപൂർവ്വം നമുക്ക് തരാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ എത്തിപ്പെട്ടു എന്ന് സാറിന് മനസ്സിലായി കാണും. എന്തുകൊണ്ട് നിങ്ങൾ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഫോട്ടോ എടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിദ്ദിഖ് സാറാണ് പറഞ്ഞത് കോപ്പി ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചത്, വേറെ ഒരു കാര്യവും ചെയ്തു തരാത്ത സിദ്ദിഖിനെ ഇതിലെന്തിനു വിശ്വസിച്ചെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം വയനാട്ടിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. പോലീസിൽ ഉടൻ പരാതി നൽകും. പരസ്യ പ്രതികരണം നടത്തി കൂടുതൽ കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ലെന്നും ജോസിന്റെ ബന്ധുക്കൾ. ലിനറ്റ് വർഗീസ് ഉണ്ട് വിവരങ്ങളുമായി. ലിനറ്റ്, വയനാട്ടിലെ കോൺഗ്രസ് അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടമാണിപ്പോൾ. NM വിജയന്റെ കുടുംബത്തിന് ആദ്യം പിന്തുണ നൽകിയിരുന്നു തിരുവഞ്ചൂർ എന്ന ഓഡിയോ സന്ദേശമാണ് ന്യൂസ് മലയാളം എന്ന് പുറത്തുവിട്ടത്. അതിൽ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായി എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. അതുമാത്രമല്ല, ഇപ്പോൾ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബവും. ഈ രണ്ട് വിഷയങ്ങളുടെയും വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വയനാട്ടിലെ കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ കരാർ രേഖയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് പത്മജ ആത്മഹത്യയുടെ ശ്രമവും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പോരും
ഈ ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യയും ഒക്കെ തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കരാർ രേഖ തരില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ NM വിജയന്റെ കുടുംബം തിരുവഞ്ചൂരിനെ കോട്ടയത്ത് പോയി കണ്ടിരുന്നു. അതിന്റെ ഓഡിയോയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ശാന്തമായി തുക കൊടുക്കാൻ തീരുമാനിക്കേണ്ടതായിരുന്നു എന്നും നേതാക്കൾ എടുത്ത നിലപാടുകളോട് തനിക്ക് യോജിപ്പില്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരാർ രേഖയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് കരാർ രേഖ ഈ ഒരു കുടുംബത്തിന് നൽകാത്തതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല എന്നും പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യം മാത്രം നടത്താൻ ശ്രമിച്ചതെന്നും അതിനോട് നിങ്ങൾ എന്തിനാണ് കൂടെ ഉറപ്പായിട്ട് നിന്നതും എന്നും ഈ ഒരു കുടുംബത്തോട് ചോദിക്കുന്ന ചോദ്യം ഈ ഒരു ഓഡിയോയിൽ ഉണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തിരുവഞ്ചൂരും VD സതീശനും അടക്കം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ KPCC ഇതുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ കൃത്യമായ ഒരു നിലപാടാണ് എടുക്കാത്തത്. കാരണം സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കരാർ രേഖ ഇല്ല എന്നും അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നും ആണ്. അതേസമയം ഈ കരാറിൽ ഒപ്പുവെച്ച T സിദ്ദിഖ് MLA പറയുന്ന ഇത്തരത്തിലൊരു കരാർ രേഖയുണ്ട് എന്നും അതിൽ 3 കാര്യങ്ങൾ എഴുതി ചേർത്തിരുന്നു. ഈ NM വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ധനസഹായം നൽകുമെന്ന് കൃത്യമായി പറഞ്ഞ 3 കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നും വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഒരു രേഖ ഈ കുടുംബം ചോദിച്ചപ്പോൾ നൽകാൻ സാധിച്ചില്ല. മറിച്ച് KPCC നേതൃത്വം ചോദിച്ചപ്പോൾ അത് പഠിക്കാൻ വേണ്ടി താൻ കൊടുത്തു എന്നാണ് T സിദ്ദിഖ് MLA ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് വീണ്ടും വിവാദങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിന് തൊട്ടുപുറകെയാണ് ഇത്തരത്തിൽ തിരുവഞ്ചൂരിനെ കണ്ട സമയത്ത് കുടുംബം റെക്കോർഡ് ചെയ്ത ഓഡിയോ പുറത്തു വിട്ടിരിക്കുന്നത്. എന്നിട്ടാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന സംഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോസ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.